ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദനേ, 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 ഈ വന്ദന എവിടെ പോയി? വന്ദന, 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 വന്ദന. എന്താ ജഗ, നീ എന്തിനാ വന്ദനെ അന്വേഷിക്കുന്നേ? വന്ദന എവിടെ പോയി അമ്മേ? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. അമ്പലത്തിൽ എന്താ വിശേഷം? വന്ദന വല്ല വിശേഷാൽ പൂജ നടത്തുന്നുണ്ടോ? അതൊന്നും അറിയില്ല മോനെ. അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് അവള് പോയിരിക്കുക. അമ്പലത്തിൽ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി എന്നെ കണ്ടപ്പോ അവള് ദിയമോളെ കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി. ആ മുറി ചെന്നപ്പോ അവൾ എന്നെ അകത്ത് കയറാൻ സമ്മതിക്കാതെ വാതിലടച്ച് കുറ്റിയിടുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് അമ്മേ? അമ്മേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവന്റെ മൃത്യുദോഷം അകറ്റാനാണ് വന്ദന വഴിപാടുകൾ നടത്തുന്നതെന്ന കാര്യം തുറന്നു പറയാൻ പാടില്ലല്ലോ. പിന്നെന്ത് മറുപടിയാ പറയേണ്ടത്? അമ്മ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ തൽക്കാലം നീ ഇപ്പൊ വന്ദനയെ ശ്രദ്ധിക്കണ്ട. അവളെ സ്വതന്ത്രയായി വിട്ടേക്ക്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ അവള് ചെയ്യുന്നുള്ളൂ എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അമ്മേ, ഞാൻ അറിയാത്ത എന്തോ ഒളിച്ചുകളികൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം അമ്മയ്ക്കറിയാം. ഭർത്താവിനെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള മൗനവ്രതവും ക്ഷേത്രത്തിൽ പോക്കും ഒക്കെ എന്ത് കാര്യസാധ്യത്തിനാണ്? അമ്മേ, എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്തിനാടാ ആവശ്യമില്ലാതെ ചിന്തയും ടെൻഷനും ഒക്കെ? നീ അറിയേണ്ട കാര്യങ്ങൾ സമയമാകുമ്പോ അറിഞ്ഞിരിക്കും. അത് ഞാൻ അറിയിച്ചിരിക്കും. അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല. വന്ദനയ്ക്കുണ്ടായ മാറ്റത്തിന്റെ കാരണം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എല്ലാവരും എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് മാത്രം ഒളിക്കുക. കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. മാനത്തെ കൊട്ടാരം